ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ആൾറൗണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ മിക്ക കൂട്ടുകാർക്കും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ ഓൺ ആക്കുന്ന സമയത്ത്, CPU ഓൺ ആക്കുന്ന സമയത്ത് നമ്മളുടെ ELCB ട്രിപ്പാകുന്ന ഒരു പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് എന്തുകൊണ്ടാണ്, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. പ്രിവെൻറ്റ് ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചത്, അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കാരണം അത് പ്രിവെൻറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് SMBSൻ്റെ ഒരു പ്രൊട്ടക്റ്റിംഗ് മോഡാണ്. മിക്ക ആളുകളും അത് എന്താണെന്നറിയില്ല, സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ SMBS സർവീസ് ചെയ്യുന്നത് ഒരു പ്രവണത ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആളുകളോട് പറയും നിങ്ങളുടെ SMBS മാറ്റണം, അത് റീപ്ലേസ് ചെയ്യണം, അത് കംപ്ലൈൻ്റ് ആണ്, അത് ഡെഡ് എന്ന് പറയും. പക്ഷേ ഇത് SMBSൻ്റെ ഒരു ഫീച്ചറാണ്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മഴ സീസൺ ആണെങ്കിലാണ് ഈ പ്രോബ്ലം കൂടുതലായിട്ട് കണ്ടുവരിക. അതായത് ഇടിമിന്നൽ, നമ്മളെ ഇലക്ട്രിസിറ്റിയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് SMBS പ്രൊട്ടക്റ്റ് മോഡിലേക്ക് മാറുകയാണത്. അപ്പോൾ നമുക്ക് ELCB ട്രിപ്പാവണം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ മിക്ക കമ്പ്യൂട്ടറിലും SSD ആയിരിക്കും. അതായത് ആദ്യമൊക്കെ നമ്മൾ ഹാർഡ് ഡിസ്ക് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നെയും എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാം. ഇപ്പോഴത്തെ SSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ കൂടി പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ട് നമ്മൾ SMBSൻ്റെ അകത്ത്. അത് ഓപ്പൺ ആയത് കാരണമാണ് ഇങ്ങനെ ELCB ട്രിപ്പാകുന്നത്. ഈ ELCB ട്രിപ്പായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ വോൾട്ടേജ് മദർ ബോർഡിൽ വന്നിട്ട് അത് വേരിയേഷൻ ആയിട്ട് അതിൽ ഏതൊക്കെ ഡിവൈസ് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സർവീസ് സെൻറ്ററിലോ മിക്ക ടെക്നീഷ്യനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ SMBS റീപ്ലേസ് ചെയ്യണം, അത് ഡെഡാണ് പറയും. അതാരും സർവീസ് ചെയ്യണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു CPU ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ELCB ട്രിപ്പാവും. അതെന്തുകൊണ്ടാണ് സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യണമല്ല ഞാൻ ഉദ്ദേശിച്ചത്, കാരണം അത് അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റാണ്. അത് നമുക്ക് SMBSൽ വരുന്നൊരു ഫീച്ചറാണ്. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇത് കൂടുതലും മഴക്കാല സമയങ്ങളിലാണ് കൂടുതലും കണ്ടുവരിക. അതായത് ഇടിമിന്നൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും കാണുക. എനിക്കിപ്പോൾ ഈ ഒരു 2-3 ദിവസം മുന്നേ തന്നെ 2-3 CPU ഇതേ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു CPU ഇങ്ങനെ വന്നപ്പോൾ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്യാൻ ആംഗിൾ മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഞാൻ ക്യാമറയുടെ പൊസിഷനൊന്ന് മാറ്റട്ടെ. ഞാൻ ക്യാമറ ഒരുവിധം ഒരു ആംഗിളിൽ വെച്ചിട്ടുണ്ട്. ഫോക്കസ് ആവണുണ്ടോ എന്താണെന്നുള്ളതൊന്നും ഒരു ഐഡിയ അല്ല. കാരണം ഇതുപോലത്തെയൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാനും ക്യാമറ ഫോക്കസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇതിപ്പോൾ നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ ELCB ട്രിപ്പാകുന്ന ഒരു പ്രോബ്ലമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് SMBSൻ്റെ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് 350-400 രൂപയൊക്കെ SMBS വാങ്ങിക്കാൻ കിട്ടും. അതും 1 ഇയർ വാറണ്ടി ഉണ്ട്. പക്ഷേ അതിലൊന്നും ചിലപ്പോൾ നമുക്ക് ഈ ഒരു ELCB ട്രിപ്പാകുന്ന ഇതൊരു പ്രൊട്ടക്ഷനാണ്. ആ മോഡിലേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇത് ഓവർ വോൾട്ടേജ് ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോർഡിലേക്ക് വേരിയേഷൻ വന്ന് ബോർഡ് നഷ്ടപ്പെടുക, പ്രോസസ്സർ പോവുക, ഗ്രാഫിക്സ് കാർഡ്. ഇപ്പോൾ ഈ CPU തന്നെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് i3 i5 പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ SMBS വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് 300-350 രൂപയുടെയൊക്കെ SMBS വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ നമുക്ക് ചാത്തം SMBS എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ കമ്പനിയുടെ പേരുകളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു 850-800 രൂപ വരുന്ന ഒരു SMBS വാങ്ങിക്കുക. മിക്ക ആളുകളും പ്രോസസ്സറും അതുപോലെ തന്നെ മദർ ബോർഡ്, SSD, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കൊക്കെ നല്ല കമ്പനി ബ്രാൻഡഡ് വാങ്ങിക്കാൻ ശ്രമിക്കും. SMBSൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അതാരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ SMBS ആണ്. പവർ സപ്ലൈ നല്ല കോസ്റ്റ് കൂടിയത്, അത്യാവശ്യം ബ്രാൻഡഡ് നല്ല ക്വാളിറ്റി കൂടിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലൈഫ് കിട്ടും ചെയ്യും, നമ്മളുടെ ഡിവൈസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇത് ഐബോൾ എന്ന കമ്പനിയുടെ SMPS ആണ്. ഇതിൽ നമുക്ക് ആ പ്രൊട്ടക്റ്റ് മോഡ് ഉണ്ട്. ഇത് ആ പ്രൊട്ടക്റ്റ് മോഡ് ഉണ്ടായത് കാരണമാണ് നമുക്ക് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിനെ ഒന്നും ബാധിക്കാതിരുന്നത്. നമുക്ക് ഇനി ഇതൊക്കെ വർക്ക് ചെയ്തൊക്കെ ഓക്കെ ആയതിനു ശേഷം അതിൽ മദർ ബോർഡിൽ കൊടുത്തു കഴിഞ്ഞാലാണ് ബാക്കിയുള്ള ഡിവൈസിന് കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഞാൻ SMPS നിന്ന് PCB പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ വരുന്നത്. 470 UF 200 വോൾട്ട് വരുന്ന കപ്പാസിറ്ററാണ്. ഡുവൽ കപ്പാസിറ്ററാണ്. രണ്ടും ഒരേ വേരിയേഷനാണ്. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഷോർട്ട് ചെയ്യുക. രണ്ട് കപ്പാസിറ്ററിൽ നെഗറ്റീവും പോസിറ്റീവും ഷോർട്ട് ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ സർക്യൂട്ട് ബോർഡിൽ മൊത്തമായിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മൊത്തത്തിലൊന്ന് തടവി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ SMPS പവർ സപ്ലൈ വരുന്ന എല്ലാ ഡിവൈസുകളും, അതായത് ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ തന്നെ മൈക്രോ ഓവന്, ഇതിലൊക്കെ നമുക്ക് പവർ സപ്ലൈ മിക്കതും SMPS വരിക. SMPSൽ നമുക്ക് ഇതിൽ പിന്നെ വോൾട്ടേജ് സ്റ്റോറേജ് ഉണ്ടാവും. അത് നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഭാഗത്ത് കൈ കൊണ്ട് തൊടാൻ. അല്ലെങ്കിൽ പവർ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇതിൽ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൈ കൊണ്ട് തൊടുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് പോകുന്ന കമ്പോണൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് ഈ വരുന്ന ഭാഗം. ഇതിൻ്റെ ഒരു ലെഗ് വരുന്നത് നെഗറ്റീവ് ടെർമിനലുമൊക്കെയാണ്. ഇതിൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ജസ്റ്റ് ഒരു നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യണ ഭാഗത്തേക്ക് ഗ്രൗണ്ട് ബോഡിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. വേറെ നമുക്ക് ഈ സർക്യൂട്ട് വേറെ പിന്നെ ബോഡിയിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ കൊടുത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലും ഫേസും വരുന്നത് ഇവിടെയാണ്. അതിൽ ആ യെല്ലോ കളറ് കാണുന്ന പിന്നെ വയറാണ് എർത്ത് കൊടുത്തിട്ടുള്ളത്. എർത്തിനെ നേരെ ബോഡിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോഡിയിലേക്ക് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ പിന്നെ ബോഡിയിലേക്കാണ് വരിക. അപ്പോൾ ഈ ഒരു സ്ക്രൂ നേരെ ബോഡിയിലേക്കാണ് വരിക, ഇതിൻ്റെ ലെഗ്. അപ്പോൾ ഇത് ഇവിടെ ഫൈൽഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എർത്ത് പിന്നെ ബോഡിയിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പവർ ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു പിന്നെ കമ്പോണൻറ്റ് പിന്നെ ഫൈൽഡ് ആയി കഴിഞ്ഞാൽ ELCB ട്രിപ്പാവും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പോണൻറ്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ട്, വർക്കിംഗ് ആണോ അല്ലേ എന്ന് നോക്കാം. ഇത് നമുക്ക് ഈ കമ്പോണൻറ്റ് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. നമുക്കത് 10 രൂപയുടെ അടുത്തുള്ള കോസ്റ്റ് വരുള്ളൂ. കാരണം മിക്ക ആളുകളും ഇത് SMPS കംപ്ലയിൻറ്റ് ഇതുപോലെ ഷോർട്ട് റിപ്പാകുക എന്ന് കണ്ടാൽ SMPS മൊത്തം റീപ്ലേസ് ചെയ്യാന്നുള്ളത്. ആ റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SMPSൻ്റെ പ്രൈസ്, ആ സർവീസ് സെൻറ്ററിലെ സർവീസ് ചാർജ് എല്ലാം പാടെ നോക്കുമ്പോൾ ഒരു 1300 രൂപയുടെ 1300 എന്തായാലും വരും. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 10 രൂപ കൊടുത്ത് ഈ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ, അതായത് CPU നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ELCB ട്രിപ്പ് ആകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കമ്പോണൻറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ പിന്നെ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിന്ന് സ്മെല്ല് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡാമേജ് ആയിട്ട് പിന്നെ പൊട്ടിത്തെറിക്കണ സൗണ്ട് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും നമ്മളിത് മാറ്റിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ SMPS മാറ്റാവും നല്ലത്. ELCB ട്രിപ്പാകുന്ന ഒരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നേരെ നിങ്ങൾ ഈ ഒരു കമ്പോണൻറ്റ് മാറ്റിയാൽ മതി. ഈ ഒരു കമ്പോണൻറ്റ് നമ്മൾ വേണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാലും നമുക്ക് വർക്കാവും. അല്ലെങ്കിൽ നമുക്കിതിപ്പോൾ ഇനി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടല്ലോ, നമ്മളെ 2 പിന്ന് വരുന്നത്, ഇപ്പോൾ ഈ 3 പിന്ന് വരാത്ത രീതിയിലുള്ളതുണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ റിമൂവ് ചെയ്തില്ലെങ്കിലും വർക്കാവും. എർത്ത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമുള്ളൂ ഇത് ട്രിപ്പാവുക. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ അത് പ്രോപ്പറല്ല കേട്ടോ. നമുക്ക് കമ്പ്യൂട്ടറിന് ഏറ്റവും കൂടുതൽ എല്ലാ ഇലക്ട്രിക് ഡിവൈസുകളിലും ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് കമ്പ്യൂട്ടറിനാണ് എർത്ത് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും പിന്നെ എർത്ത് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. അതുള്ളൂ ഇപ്പോൾ ഇതിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്. അല്ലാതെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യേണ്ടതല്ല, നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ എർത്ത് പ്രോപ്പറാക്കൽ നിർബന്ധമാണ് കമ്പ്യൂട്ടറിന്. അല്ലെങ്കിൽ നമുക്കിത് പിന്നെ SMPS റീപ്ലേസ് ചെയ്യാനും നമ്മളെ മദർ ബോർഡ് അടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ PCBന്ന് നമ്മൾ ഏതെങ്കിലും കമ്പോണൻറ്റ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സ് നിർബന്ധമാണ്. ഫ്ലക്സ് ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും
ഒരു കമ്പോണൻറ്റ് റിമൂവ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ട്രാക്ക് മിസ്സിങ് വരും. ട്രാക്ക് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡിലൊന്നും പ്രശ്നമല്ല കേട്ടോ. ഈ ഒരു ബോർഡിൽ പ്രശ്നമില്ല. നമ്മൾ മൊബൈൽ ബോർഡ് അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ബോർഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ട്രാക്ക് ഡാമേജ് ആകാനും പിന്നെ കമ്പോണൻറ്റ് കട്ടാകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്ലക്സ് യൂസ് ചെയ്യുക. ഇതിനിപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അതേപോലെ തന്നെ മൊബൈലിൻ്റെ ഒക്കെ ഫ്ലക്സ് ആകുമ്പോൾ നല്ല റേറ്റ് വരും. ഇതൊക്കെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫ്ലക്സ് ആണ്. അപ്പോൾ ഇത് നമുക്കത് ധാരാളമാണ്. ഫ്ലക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പോണൻറ്റ് നമുക്ക് ഡാമേജ് ഇല്ലാതെ എത്രയും പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. സെക്കൻഡ് കൊണ്ട് റിമൂവ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് പോളിസ്റ്റർ കപ്പാസിറ്റർ. ഇത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ ഇടുക. എന്നിട്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അത് പോളിസ്റ്റർ കപ്പാസിറ്റർ ആണെങ്കിൽ പോലും നമുക്ക് ഇതിന് പൊളാരിറ്റി ഒന്നുമില്ല. ഇത് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചിട്ടും കൊടുക്കുക. സാധാരണ കപ്പാസിറ്ററിന് നമുക്ക് പൊളാരിറ്റി വരും, പ്ലസും മൈനസും വരുന്നതാണ്. ഇതിന് അതൊന്നും വരില്ല കേട്ടോ. പേര് കപ്പാസിറ്റർ ആണെന്നേ ഉള്ളൂ, പക്ഷേ പൊളാരിറ്റി ഒന്നുമില്ല. കണ്ടോ, രണ്ട് ലെഗും കൊടുക്കുന്ന സമയത്ത് ഷോർട്ടാണ്. ഇപ്പോൾ ഇതിലെന്താ സംഭവം ക്രിയേറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ പിന്നെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്നത് നേരെ ഗ്രൗണ്ട് നേരെ ഒരു ലെഗിൽ വരും. അത് ബോഡിയിൽ വരും. ബോഡിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ KCBന്ന് നമ്മൾ പവർ വരുന്ന ഇതും എർത്തും തമ്മിൽ കണ്ടിന്യൂറ്റി വരും. ആ സമയത്ത് നമ്മളെ ELCB ട്രിപ്പ് ആവണു. സോ സിമ്പിളാണത്. എസ്പെഷ്യലി ഇതൊരു പ്രോബ്ലം അല്ല. ഞാൻ ആക്ച്വലി ഇതിൻ്റെ മുന്നേയും പറഞ്ഞിരുന്നു, ഇത് നമുക്ക് പ്രൊട്ടക്റ്റിംഗ് മോഡാണ്. ഇതിപ്പോൾ നമ്മൾ ഒഴിവാക്കിയാലും നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ അത് പിന്നെ അത്രക്ക് നല്ലതല്ല. നമുക്ക് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ വേറൊരു SMBS എന്ന് എടുത്തതാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ 10 രൂപയുടെ എന്തോ കോസ്റ്റ് വരുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഞാൻ വേറൊരു SMBS എന്ന് റിമൂവ് ചെയ്തതാണ്. ഇത് നമുക്കൊന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് വർക്കിംഗ് ആണ്, ഇത് ഷോർട്ടാണ്. അപ്പോൾ നമുക്കിനി പിന്നെ ഇത് മാറ്റിയിട്ടിട്ട് നമുക്ക് ബോർഡിൽ ഫിക്സ് ചെയ്യാം. ഇത് PCB ക്ലീനറാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നമ്മൾ സാധാരണ യൂസ്വലായിട്ട് ഉപയോഗിക്കുന്ന മണ്ണെണ്ണ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് ടിന്നർ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് പൊളാരിറ്റി ഒന്നും ഇല്ല കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും സോൾഡർ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ സാധാരണ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചെങ്കിൽ അതേപോലും ചെയ്യാം. ഇതൊക്കെ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഇങ്ങനെ കേട്ടോ. അത് അല്ലെങ്കിൽ നല്ല സ്പേസും നല്ല എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ദേഷ്യമാണ്. കാരണം ഇതിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അതാണിപ്പോൾ. അല്ലെങ്കിൽ നല്ല ഇരുന്ന് നല്ല രീതിയിൽ ഞാൻ നിന്നിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് പിന്നെ ഇത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ പോണ ബോർഡ് ഈ ബോർഡാണ്. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 50% ഡെഡാണ്. നമുക്കിത് പവർ വന്നു കഴിഞ്ഞാൽ വർക്കിംഗ് ഓക്കെയാണ്. പക്ഷേ ഇത് നമുക്ക് യൂസ്ഫുൾ അല്ല ബോർഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലത്തുള്ള പവർ സപ്ലൈ നിങ്ങൾ പിന്നെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മദർ ബോർഡിലോ അല്ലെങ്കിൽ നല്ല ബോർഡിലോ വെച്ചിട്ട് ഒരിക്കലും ചെക്ക് ചെയ്യരുത്. കാരണം ഇൻ കേസ് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും കമ്പോണൻറ്റ് വീക്കാണെങ്കിൽ പിന്നെ പ്രൊട്ടക്റ്റ് മോഡിക്ക് പോകാതെ ഓവർ വോൾട്ടേജ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊസസ്സറോ റാമോ എന്തെങ്കിലും കമ്പോണൻറ്റ് പോകും.
ഒരു പക്ഷേ ബോർഡ് ഡെഡാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബോർഡ് ഡെഡായാലും നമുക്ക് ലോസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് വർക്കിംഗ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ CPU ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഡെഡ് ബോർഡ് ഒരു 50% ഡെഡ് ബോർഡ് ധാരാളം നിങ്ങൾക്ക് സ്ക്രാപ്പ് മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ബോർഡിൽ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ CPU വെച്ച് പരീക്ഷിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡിലാണ് ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് നോക്കുന്നത്. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് SMBS ഓക്കെയാണ്. അതല്ല നമ്മൾ പിന്നെ ഇതുപോലത്തെയൊക്കെ നല്ല ബോർഡിലൊക്കെ നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ബോർഡ് ഡെഡാവാൻ ചാൻസ് ഉണ്ട്. ഒരു പിന്നെ 850 റുപ്യക്കും വേണ്ടിയിട്ട് നമ്മൾ 3000-4000 രൂപയുടെ ബോർഡ് ഡെഡാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ SMBSലേക്ക് പവർ കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ സ്വിച്ച് ഓൾറെഡി ഓഫാണ്. അപ്പോൾ ഞാൻ SMBSലേക്ക് പവർ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ 2-3 സെക്കൻഡ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഫാൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ടേജോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതിന് ശേഷം നമ്മൾ പിന്നെ പവർ ഓൺ ചെയ്യുക. ഞാൻ പവർ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ പവർ ഓൺ ചെയ്തു. നമ്മൾ ELCB ട്രിപ്പ് ആവുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മദർ ബോർഡ് ഓൺ ചെയ്യാൻ പോവുകയാണ്. മദർ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. പവർ സപ്ലൈ SMBS പക്കയാണ്, വർക്കിംഗ് ഓക്കെയാണ്. SMBSൻ്റെ ഫാന് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണത് പറഞ്ഞാൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ അപ്പോൾ നിന്നിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇരുന്നിട്ട് നല്ല സ്പേസിൽ നമ്മൾ നല്ല റിലാക്സ് ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് ഇതൊക്കെ. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഓപ്പണായിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും ഇതുപോലെ ഒരു ക്ലാസ് എടുത്ത് തരാൻ ചാൻസ് ഇല്ല. കാരണം പവർ സപ്ലൈ ഒന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും അവർ നേരം പോലെ ഇതിൻ്റെ കമ്പോണൻറ്റ് എന്താണ് എന്നൊന്നും അറിയില്ല. കാരണം 450 രൂപക്ക് പുതിയത് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ആരും ഇത് സർവീസ് ചെയ്യാൻ നിൽക്കില്ല. പക്ഷേ ഈ 450 രൂപയുടെ SMBS വാങ്ങുമ്പോൾ ഇതുപോലത്തെ പ്രൊട്ടക്റ്റ് ഇതിലിപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊട്ടക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സനർ ഡയോഡ് കണ്ടോ, ഇതിലൊക്കെ സനർ ഡയോഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുക. പക്ഷേ ഇതൊന്നും ആരും സർവീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര ഖേദകരമായിട്ടുള്ളൊരു കാര്യം. കാരണം ആളുകളെ കൊണ്ട് അവർ പറയും നിങ്ങൾ SMBS റീപ്ലേസ് ചെയ്ത്, ആളുകൾക്ക് അറിയില്ല. ആളുകളത് എന്നാൽ മാറ്റിക്കോളിയെന്ന് പറയും. 1500 രൂപ നമ്മളെ പോകും. ഒരു 10 രൂപയുടെ കേസിൽ നമ്മളെ പവർ സപ്ലൈ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നേരെ CPU നമുക്കൊന്ന് ഫിക്സ് ചെയ്തിട്ട് CPU ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഓഫ് ചെയ്യാണ്. ഇപ്പോഴും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. എല്ലാ സ്പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ കാര്യം ഒരു 95% സക്സസ് ആയിട്ടുണ്ട്. ഇനി മദർ ബോർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാലേ ശേഷം അറിയുള്ളൂ. ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് പവറൊന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്യാൻ പോവാം കേട്ടോ.
അപ്പോൾ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു 2-3 മിനിറ്റോ ഉൾപ്പെടുത്തി പറയേണ്ട ഒരു വീഡിയോ ആണ്. വലിച്ചു നീട്ടി അത്ര ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്ക് ടെക്നീഷ്യനോ അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ഈ ചാനൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.